ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ ലഡുവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്പെഷ്യൽ ലഡു തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചെറുപയർ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടായിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. നന്നായിട്ട് ഈ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അതുവരെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചെറുപയർ കൊണ്ട് നമ്മൾ സാധാരണ സ്വീറ്റായിട്ട് പായസമൊക്കെയാണ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ ഇതുപോലൊരു ലഡു നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പയർ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മുടെ പയർ കിട്ടും. അതിൻ്റെ പച്ച കളറൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങിത്തുടങ്ങും. അതുപോലെ തന്നെ പയറിൻ്റെ നല്ലൊരു മണമെല്ലാം ഉണ്ടാവും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. നല്ല രീതിയിൽ തണുക്കണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തീരെ നമ്മൾ സ്മൂത്തായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ചെറിയ തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇച്ചിരി വലിയ തരിയിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ബദാം വേണമെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അതുപോലെ ഒരു അല്പം മുന്തിരി കൂടിയാണ്. മുന്തിരിയും ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നിംകി സ്നാക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. നമ്മുടെ ഈ മുന്തിരിയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പയറും കൂടി ചേർത്ത് കൊടുക്കാം. പയറും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. ഫ്ലെയിം ഈ സമയത്ത് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നമ്മൾ ഈ നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പയറിന് നല്ലൊരു പച്ച കളറൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു പച്ച കളറാണ് നമ്മുടെ ലഡുവിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ റോസ്റ്റ് ചെയ്തത് മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങ കൂടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. തീരെ കുറയാൻ വേണ്ടി പാടില്ല. എങ്കിൽ പിന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ റോൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. കാരണം തേങ്ങയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കിട്ടേണ്ടതാണ്. അതിൻ്റെ പേരിലാണ്. തേങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല തരിതരിയായിട്ടുണ്ടാകും. ആ ഒരു സമയം വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല തരിതരിയായിട്ടുണ്ട്. എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കപ്പലണ്ടി കൂടിയാണ്. അപ്പോൾ ഇത് വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കപ്പലണ്ടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ
പറഞ്ഞല്ലോ വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താലും മതിയാവും. അപ്പോൾ കപ്പലണ്ടി ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ ഏലക്ക പൊടിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരെല്ലാവരും ഒന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഏലക്ക പൊടി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. കൂടെ തന്നെ എപ്പോഴും നമ്മൾ മധുരം വെക്കുമ്പോഴത്തേക്കും ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ 30 സെക്കൻഡ് ഒന്ന് വറുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡ്ഡു തയ്യാറാക്കാനുള്ള മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ പഞ്ചസാരയുടെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പിൽ നിന്നും ഒരു അല്പം കുറവായിട്ട് കുറച്ച് വെള്ളം കൂടി. 1/2 കപ്പിൽ നിന്ന് എടുക്കണമെന്ന് ആവശ്യമില്ല, കുറച്ച് കുറവായിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. ശർക്കരയിൽ തയ്യാറാക്കിയാൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഷുഗർ സിറപ്പ് ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഒരു സ്ട്രിങ് അളവിൽ മാത്രമേ ഇത് വന്നാൽ മതിയാവും. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ 1 സ്ട്രിങ് ഇങ്ങനെ വരെ ഒരു നൂല് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അളവ് വരെയാണ് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇതിന്നും കൂടുതലായിട്ട് തിളപ്പിക്കാൻ വേണ്ടി പാടില്ല. എങ്കിൽ പിന്നെ ഇത് തണുത്തിട്ട് പോകുമ്പോൾ നല്ല ക്രിസ്റ്റലായി പോകും. അതിൻ്റെ പേരിൽ ഈ ഒരു അളവ് തന്നെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിൽക്കണം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ മിക്സിലേക്ക് ഈ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വെക്കണം. ഒരു 2-3 മിനിറ്റ് മാത്രം അങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും. നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ നമുക്ക് ലഡു കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാം കൂടി ഉറഞ്ഞിട്ട് പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇനി നമുക്ക് ഒരു സ്പൂണും കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് എത്ര പോർഷനാണോ വേണ്ടത് അതിനനുസരിച്ച് ചെറിയൊരു ഭാഗം എടുത്തിട്ട് നല്ല ചൂടുണ്ടാവും. ആ ചൂടോടെ തന്നെ നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ ഒരല്പം ചൂട് കൊള്ളുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മളിത് ഒരുപാട് സമയം ഇങ്ങനെ റോൾ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മാത്രം ഒന്ന് റോൾ ചെയ്താൽ മതിയാവും. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡ്ഡു ആയിരിക്കും എന്ന്. ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി നമുക്ക് 4-5 ദിവസം വരെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഫുഡൊന്നും വാങ്ങി കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഒന്നും ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള സ്വീറ്റ്സ് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചെറുപയറൊക്കെ മിക്കവാറും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നമ്മുടെ ഈ ലഡു എല്ലാം തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റായിട്ട് കിട്ടും. നല്ലപോലെ ഹാർഡായിട്ട് പോവില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ഹാർഡായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പലർക്കും അറിയില്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തേക്കണം. ഈ സെയിം പേര് തന്നെയാണ്, ഷമീസ് കിച്ചണും തന്നെയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത കുഞ്ഞു കുഞ്ഞു ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് ക്രിയേഷനൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.